ആമീസ് അടുക്കള ആൻഡ് ബ്ലോഗിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ലോഡഡ് ചിക്കൻ ഫ്രൈസ് ആണ്. ചിക്കൻ നേരെ ചെറിയ പീസായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കിട്ട് നമുക്ക് ആദ്യം കുറച്ച് വറ്റൻമുളക് ചതച്ചത് ഓരോരുത്തരുടെ എരിവിൻ്റെ അനുസരിച്ച് ചേർക്കണം. പിന്നെ അതുപോലെ തന്നെ ഗരം മസാല, പിന്നെ കുരുമുളക് പൊടി, എത്ര ചിക്കൻ എടുക്കുന്നോ അതിൻ്റെ അനുസരിച്ച് ചേർത്താൽ മതി. ഒരു മുട്ട, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഈ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇടാം. പിന്നെ ഒരു സ്പൂൺ സോയാ സോസും. ഇത് നല്ലതുപോലെ നമുക്കൊന്ന് പുരട്ടി വെക്കാം. ഒരു 10-20 മിനിറ്റ് നേരം പുരട്ടി മാറ്റി വെക്കാം. അപ്പോൾ അതെല്ലാം നല്ലതുപോലെ നമ്മളൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കതെടുത്ത് ഫ്രൈ ആക്കുമ്പോൾ കാണാം. ഇതൊരു 20 മിനിറ്റ് നമ്മൾ പുരട്ടി വെച്ചിട്ട് എന്നിട്ട് എടുത്തതാണ്. ഇനി അതിനൊരു കോട്ട് റെഡിയാക്കണം. അപ്പോൾ ഇത് 1/2 കപ്പ് മൈദ, 1/4 കപ്പ് കോൺഫ്ലവർ, ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ്, കുറച്ച് കാശ്മീരി ചില്ലി, ഒരു 1/4 ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചതും. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് വേണം നമുക്ക് ആ ചിക്കൻ എടുത്തൊന്ന് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഈ ചിക്കൻ എല്ലാം എടുത്ത് ഇതിലോട്ടിട്ട് നല്ലതുപോലെ എല്ലാം ഒന്ന് മാവിലൊന്ന് മുക്കിയെടുക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് നമുക്ക് മുക്കിയെടുത്ത് വെക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ കാണാം. എല്ലാം ആ മാവി മുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായി ഇരിക്കുന്നുണ്ട്. പാൻ വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതങ്ങ് ഫ്രൈ ചെയ്ത് വെച്ചു. അപ്പോൾ ആ എണ്ണയിലോട്ട് തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറേശ്ശെ ഇട്ട് ഫ്രൈ ചെയ്താൽ മതി. നമുക്ക് ചിക്കൻ അപ്പോൾ കുറച്ചുകൂടെ ചെറിയ തീയിട്ട് വേണം ചിക്കൻ, കാരണം വേവിച്ചില്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് കിടന്ന് ഈ ചൂടായ എണ്ണയിൽ കിടന്ന് ഒന്നുകൂടെ നല്ല ഗോൾഡൻ കളറായിട്ട് ഫ്രൈ ആയിട്ട് വരട്ടെ. ഇവിടെ നല്ലതുപോലെ അത് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കോരിയെടുക്കാം. ബാക്കി ചിക്കൻ നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്ത് കോരിയിട്ട് കാണിക്കാം. ഇനി അടുത്തത് നമ്മുടെ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മളപ്പം ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു വൈറ്റ് സോസ് കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്കത് സെറ്റ് ചെയ്യാം. ഒരു പാനും വെച്ച് അതങ്ങോട്ട് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ബട്ടറായി ചേർക്കുന്നത്. കുറച്ച് ബട്ടർ അങ്ങോട്ട് ചേർത്തിട്ട് അതൊന്ന് മെൽറ്റായി വരട്ടെ. അത് മെൽറ്റായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് 1.5 സ്പൂൺ മൈദ അങ്ങോട്ട് ചേർക്കാം. കട്ടയില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് 1 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചെറുതായിട്ട് കുറേശ്ശെ ഒന്ന് ഒഴിച്ച് കൊടുക്കണം. ഇതൊന്ന് മൈദ എല്ലാം ഒന്ന് കളർ മാറി വന്നിട്ട് ആ മൈദയും ബട്ടറുമായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി അത് കുറേശ്ശെ പാലങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. അത് കുറച്ച് ഒഴിച്ച് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ബാക്കി കൂടെ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഇതിനകത്ത് ചീസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ചില ചീസിന് ഉപ്പുള്ളതാണ്. ഉപ്പും ചേർത്ത് ശകലം ഷുഗർ ചേർക്കാം. ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത്. അതും ചേർത്ത് കുറച്ച് വറ്റൽമുളക് ചതച്ചത്, ഒരു 1/4 ടീസ്പൂൺ മതി.
അതും ഇട്ട് ഒരു കുറച്ച് ഒറിഗാനോയും ഇട്ട് അതൊന്ന് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. കുറച്ചുകൂടെ കുറുകി വന്നിട്ട് നമുക്ക് ചീസ് ചേർക്കണം. ഇനി അതിലോട്ട് 2 സൈസ് ചീസ് ഞാൻ വെച്ചിട്ടുണ്ട്, സ്ലൈസ് ചീസ്. അപ്പോൾ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മൊസറല്ല ചീസ് വേണേലും ചേർക്കാം, ഇതായാലും ടേസ്റ്റ് രണ്ടും ഒരേപോലെ ടേസ്റ്റ്. വേണ്ട നമ്മുടെ വൈറ്റ് സോസ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്താൽ മതി. ഇതെല്ലാം കൂടെ നമുക്കിനി ഇത് സെറ്റ് ചെയ്യാം. ആദ്യം ഫ്രഞ്ച് ഫ്രൈസ് അങ്ങോട്ട് നിരത്തി വെക്കാം. ഇനി അതിൻ്റെ മുകളിലോട്ട് വൈറ്റ് സോസ് ഇടാം. അതിൻ്റെ മുകളിൽ നമുക്ക് ചിക്കൻ വെക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നത്. കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ. പിന്നെ ഇത് ബാർബിക്യൂ സോസ്, അത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ ടൊമാറ്റോ സോസും വൈറ്റ് സോസും മതി. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഫ്രഞ്ച് ഫ്രൈസ് നിരത്തണം. 2 ലെയറായിട്ട് ഇപ്പോൾ നമ്മൾ വെക്കുന്നത്. ഇനി അതിൻ്റെ മുകളിലോട്ട് വൈറ്റ് സോസ്. ഇനി ഒരു 2-3 ചിക്കൻ കൂടെ അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട്, ഒരുപാട് വേണ്ട. ഇനി അതിൻ്റെ മുകളിൽ ടൊമാറ്റോ സോസും വെച്ച് ശകലം ചില്ലി ഫ്ലെക്സ് കൂടെ മുകളിലോട്ടിടാം. നമ്മളെ ലോഡ് ചിക്കൻ ഫ്രൈഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പം റെഡിയാക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയും ചെയ്യണേ.